ഇന്ന് ബട്ടർ ഗാർലിക് മഷ്റൂം ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. ആദ്യം ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിന്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന കൂണ് ഇതുപോലല്ല ക്ലീൻ ആക്കേണ്ടത്. അത് ഇതുപോലെ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പൊടിഞ്ഞൊക്കെ പോകും. നമ്മുടെ നാടൻ കൂണ് അകം വെള്ള കളറാ, ഇതാണെങ്കിൽ ഒരു കറുപ്പ് കളറാ. ഞാൻ ഇതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. തണ്ടൂടെ ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. മഷ്റൂം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പിന്നെ ഇതിനേക്കൊക്കെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ കൂണിൽ എന്തെങ്കിലും വിഷാംശമോ പുഴുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ പണ്ട് മുതലേ ഉള്ളവരിത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ചധികം വെളുത്തുള്ളി തന്നെ ചേർക്കണം. 8 തല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. മൂത്ത് കളർ മാറാനൊന്നും നിൽക്കണ്ട. അപ്പോഴേക്കും വലിയ 2 സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴലാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ഇതിനാവശ്യത്തിനുള്ള. ഉള്ളി നല്ലോണക്ക് വഴണ്ടി വന്നാൽ മതി, കളർ മാറുമൊന്നും വേണ്ട. ബട്ടർ കുറവാണെന്ന് തോന്നിയോണ്ട് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിയും വെളുത്തുള്ളിയും വെണ്ണയിൽ കടന്ന് വഴറ്റുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽമുളക് കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെക്കാം. ഇത് നമ്മൾ കഴുകി വാരി പിഴിഞ്ഞെടുത്തതാണെങ്കിലും അടുപ്പത്തോട്ട് വെക്കുമ്പോഴത്തേന് ഇതിന് വെള്ളം ഇറങ്ങും. ആദ്യം തീ ഇച്ചിരി കുറച്ച് വെച്ച് കൊടുക്കാം. വെള്ളം ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം. ഇതിലൊട്ടും വെള്ളം ഒഴിച്ചില്ല, ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഇനിയിപ്പം തീ ഇച്ചിരി കൂട്ടിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും വെന്തും വരും. ഇപ്പം ഇത് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മഷ്റൂം ക്ലീൻ ചെയ്യാനുള്ള താമസം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ആകും, നല്ല രുചിയുമുണ്ട്.